ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് കാവശ്ശേരി പൂരത്തിന്റെ തലേ ദിവസമാണ്. അപ്പൊ കാവശ്ശേരി പൂരത്തിന്റെ കാഴ്ചകളും ആ ദൃശ്യഭംഗികളൊക്കെ ഒന്ന് കാണാം. അതായത് അമ്പലത്തിന്റെ സ്റ്റാർട്ടിങ് മുതൽ തന്നെ ഇവിടെ ഒരുപാട് വഴിവാണിപ്പക്കാര് ഉണ്ട്. ഇവിടെ ശരിക്കും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛനും അമ്മയും ഒഴിച്ച് ബാക്കി എല്ലാ സാധനങ്ങളും ഇവിടെ വാങ്ങാൻ കിട്ടും. എല്ലാ വർഷവും ഇവര് വരുന്നതാണ്. നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, അതായത് ശരിക്കും ഒരു മാമാങ്കം പോലെ തന്നെയാണ്. വഴിപാണികൾക്കാര് ഒരാഴ്ച മുമ്പ് തന്നെ ഇവിടെ വന്ന് സ്ഥിരമാക്കിയിട്ടുണ്ട്. അതായത് ഏകദേശം ഒരു 50 മീറ്റർ അപ്പുറമാണ് അമ്പലം എന്ന് പറയുന്നത്. അതിന് താഴെ മുതൽ തുടങ്ങുന്നുണ്ട്. ഓക്കെ, അപ്പൊ ജസ്റ്റ് നമുക്ക് ഒന്ന് നോക്കാം. അതായത് നേരെ സ്ട്രെയിറ്റ് കാണുന്നതാണ് കേട്ടോ പരക്കാട്ടുകാവ് ഭഗവതി ക്ഷേത്രം എന്ന് പറയുന്നത്. അതായത് രണ്ട് സൈഡും ഫുൾ വഴിവാണിപ്പക്കാരാണ്. ഓക്കെ, വള, അലുവ, ബാക്കിയുള്ള ആളുകളൊക്കെ പൊരി, മിഠായി, എല്ലാ കുന്ത്രാണ്ടങ്ങളും ഉണ്ടാവും. ഓക്കെ, പിടിക്ക്. ജസ്റ്റ് അലുവക്കാരാണ് കേട്ടാ. ചേട്ടന്റെ സ്ഥലം എവിടെയാണ്? ഒഴിഞ്ഞാമ്പറ. കാവശ്ശേരി പൂരത്തിന് ആദ്യമായിട്ട് വരികയാണ്? 5 വർഷമായി. സ്ഥിരം ഇവിടെ തന്നെയാണല്ലേ? ഇപ്പൊ അത്ര ഒരാഴ്ചയായ കമ്പടിച്ചിട്ട് 2 ദിവസമായി. സീറ്റൊക്കെ നേരത്തെ കിട്ടി, കുഴപ്പമില്ല. ഓക്കെ, ചേട്ടന്റെ പേര്? എവിടെ? കാവശ്ശേരി പൂരത്തിന് ആദ്യമായിട്ട് 5-6 കൊല്ലമായില്ല. കുഴപ്പമില്ല, കച്ചവടമൊക്കെ നടക്കണ്ടേ? പേരെന്താ? എവിടെ സ്ഥലം? എങ്ങനെയുണ്ട് കാവശ്ശേരി പൂരം? തിരക്കൊക്കെ? കുഴപ്പമില്ല. ചേട്ടന്റെ പേര്? അടുത്ത് തന്നെയാണോ വീട്? കൊഴിഞ്ഞാമ്പറ. കച്ചവടമൊക്കെ എങ്ങനെ നടക്കണോ? കുഴപ്പമില്ല. ഓക്കെ, നമ്മുടെ പേര്? ഇവിടെ തന്നെയാണോ വീട്? പത്തഞ്ചേരി. പുതുനേരല്ലേ? തത്തമംഗലം. ഓക്കെ, നേരത്തെ വന്നോ? ഇന്നലെയൊക്കെ ഉണ്ടായിരുന്നോ? കച്ചവടമൊക്കെ എങ്ങനെ പോണു അല്ലേ? നമ്മുടെ പേര്? എവിടെയാണ് സ്ഥലം? എങ്ങനെ കാവശ്ശേരി പൂരത്തിന്റെ തിരക്കൊക്കെ? എല്ലാ വർഷവും വരാറുണ്ട് അല്ലേ? എപ്പോഴാണ് ആദ്യം വന്നത്? എത്ര വർഷം മുമ്പാണ്? 15 വർഷമായി.
ഹലോ, ഞാനൊരു 10-25 വർഷം കഴിഞ്ഞിട്ടാണ് ഈ വൈബൊക്കെ ഒന്ന് എൻജോയ് ചെയ്യണേ. ഭയങ്കര അടിപൊളി. അച്ഛൻ്റെ കൂടെ ചെറുതിൽ വന്നാണ്. വെളിയിലായതുകൊണ്ട് ഇതിനൊന്നും ചാൻസസ് വളരെ കുറവേ കിട്ടാറുള്ളൂ. എത്ര വർഷം മുമ്പായിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നത്? ഒരു 30 വർഷം ഉണ്ടാവും. 30 വർഷം മുമ്പ്. അതിനുശേഷം ഇപ്പോഴാണ് വരുന്നത്? ഇപ്പോഴാ വരുന്നത്. രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് എങ്ങനെയുണ്ട്? കുറച്ചുകൂടെ തിരക്ക് കൂടി, കുറച്ചുകൂടെ കച്ചവടങ്ങൾ കളർഫുള്ളായി. അപ്പൊ സന്തോഷം രാജി. ഹാപ്പി പൂരം. പേര്? എൻ്റെ പേര് നിഷാദ്. നമ്മള് നെന്മാറയിലാണ്. എല്ലാ വർഷവും കച്ചവടത്തിന് വരാറുണ്ടോ? ഞാനൊരു 6 വർഷമായിട്ട് വരാറുണ്ട്. എങ്ങനെ കാവശ്ശേരി പൂരത്തിനെ കുറിച്ച് എന്താണ്? കാവശ്ശേരിയും ഗംഭീരമാണ്. അതിലേറെ ഗംഭീരമാണ് എൻ്റെ നാടായ നെന്മാറ. ഇത് കഴിഞ്ഞാൽ അടുത്തത് നെന്മാറ. അപ്പൊ ഒറ്റ ഒഴിവില്ല, എല്ലാം അടുപ്പിച്ചു. നമുക്കൊരു 10 ദിവസം നല്ലൊരു പരിപാടി പ്രോഗ്രാമാണ്. നല്ല ഗംഭീരമായ ഒരു ദിവസം പോലും റെസ്റ്റ് ഇല്ലാതെ ഇപ്രാവശ്യം വന്നിരിക്കുന്നത്. മുമ്പൊക്കെയാണ് 2 ദിവസം 3 ദിവസം റെസ്റ്റ് ഉണ്ടാവും അല്ലെ? ഇപ്രാവശ്യം അതാ റെസ്റ്റ് ഇല്ല. എല്ലാവർക്കും നല്ല എൻജോയ്മെന്റ്. ഒരു ടീമായിട്ട് എല്ലാവർക്കും വന്നാൽ എൻജോയ്മെന്റ് ചെയ്തിട്ട് പോവാം. കാവശ്ശേരി പൂരം, അത് കഴിഞ്ഞ് നെന്മാറ. ഇനിയിപ്പോ കാവശ്ശേരി പൂരം കഴിഞ്ഞ് ഇനി എങ്ങോട്ടാണ്? ഞങ്ങള് നെന്മാറ. അപ്പൊ ഇനി നല്ലൊരു കച്ചവടം നടക്കട്ടെ. എല്ലാ വർഷവും പൂരം കാണാൻ വരാറുണ്ട്. ഞാൻ എറണാകുളത്താണ് താമസം. പക്ഷെ പൂരം എന്ന് പറഞ്ഞാൽ ഗംഭീരമാണ്. ഇപ്പോൾ വേൾഡ് വൈഡ് അറിയപ്പെടുന്ന ഒരു പൂരമാണ് കാവശ്ശേരി പൂരം. വെടിക്കെട്ട് എന്ന് പറഞ്ഞാൽ ഏഷ്യയിലെ തന്നെ ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്ന ഒരു വെടിക്കെട്ടാണ് കാവശ്ശേരി പൂരം എന്ന് പറയുന്നത്. 3 ദേശക്കാരാണ് അല്ലെ? അതെ, കാവശ്ശേരി ദേശം, പിന്നെ വാവുളിയാറും ദേശം, കഴനി ദേശം, ഈ 3 ദേശക്കാർ വെടിക്കെട്ടാണ്. പിന്നെ വൈകുന്നേരത്തെ പകൽപ്പൂരത്തിന്റെ കൂടെ ഈ SNDP എന്നൊരു ദേശം കൂടി ഇതിൽ ആഡ് ചെയ്ത് തരും. അങ്ങനെ 4 ദേശക്കാരൊരു വലിയൊരു പൂരമാണ് കാവശ്ശേരി. കാവശ്ശേരി 3-4 ദിവസത്തെ പ്രോഗ്രാംസുകളാണ് അല്ലെ? ഇത് 7-8 ദിവസത്തെ പ്രോഗ്രാംസ് ആണ്. കൂറയിടൽ എന്നൊരു ചടങ്ങുണ്ട് 7 ദിവസത്തിന് മുമ്പ്. അന്ന് തുടങ്ങുന്ന വൈകിട്ടുള്ള ഓരോരോ പരിപാടികളുമായിട്ടാണ്. നാളെയാണ് അവസാനത്തെ ഡേ. 30 വരണോ? चेड़ी है इसको इरोटले नार्मल वेलटले मुकिले तो पच्चा कलर है वो. यस. Which state? तमिलनाडु. Your state? स्टेट है बिहार. Bihar. Okay. How is it? Temple? टेम्पल अच्छा है. Okay. कचड़ा क्या है? यस यस. രണ്ട് സൈഡ് ഫുള്ളായി എടുക്കട്ടാ. കാവശ്ശേരി പൂരത്തിന് കച്ചവടം ആവുന്നല്ലോ. മുമ്പ് വന്നിട്ടുണ്ടോ പൂരത്തിന്? ഞങ്ങൾ എല്ലാ വർഷവും വരാം. എല്ലാ വർഷവും വരും. എങ്ങനെ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച്? കുഴപ്പമില്ല, ഗംഭീര തിരക്കാണ്. ഭയങ്കര തിരക്കാണ്. കഴിഞ്ഞ വർഷത്തെക്കാളും ഭയങ്കര തിരക്കാണ്. കുഴപ്പമില്ല, കച്ചവടം ആയിക്കൊണ്ടിരിക്കുന്നില്ല. നാളെയും മറ്റന്നാളൊക്കെ ഉണ്ട് കച്ചവടം. അപ്പൊ അടുപ്പിച്ചടുപ്പിച്ച് വേലയും പൂരം വന്നതുകൊണ്ട് ഭയങ്കര ഇതായില്ലേ? അതൊരു പ്രശ്നമാണ്. നമുക്ക് ഈ അടുപ്പിച്ച് വരുന്ന കാരണം എവിടെ എത്താൻ പറ്റാത്തൊരു പ്രശ്നം. ഒരു 2-3 ദിവസം ഗ്യാപ്പ് ഇട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരെയും ഈ ഒരു ഉത്സവ സീസൺ അതല്ലേ, അത് കാരണം പരമാവധി അഡ്ജസ്റ്റ് ചെയ്ത് പോകണ്ട. എന്നാലും ശരി, നല്ലൊരു കച്ചവടം നടക്കട്ടെ. ആയിക്കോട്ടെ. ഓക്കെ, ഡൺ.
പണി